ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡിസംബർ 22 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വെർ ഈസ് ദ വെന്യൂ ഫോർ ദ 76th ആർമി ഡേ സെലിബ്രേഷൻസ് ഇൻ 2024? അതായത് 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് എവിടെയാണ് എന്നാണ് ചോദ്യം. വെർ ഈസ് ദ വെന്യൂ ഫോർ ദ 76th ആർമി ഡേ സെലിബ്രേഷൻ ഇൻ 2024? അത് എവിടെയായിരുന്നു? ലക്നൌവിലായിരുന്നു കേട്ടോ. അപ്പോൾ 2023 എവിടെയായിരുന്നു? 2024 ലക്നൌവിലായിരുന്നു. 2023 കരസേനാ ദിനാഘോഷത്തിന് വേദി എന്ന് പറയുന്നത് ബംഗളൂരു ആയിരുന്നു. കരസേനാ ദിനം എന്നാണ്? ജനുവരി 15 കരസേനാ ദിനം. ഓക്കെ, അപ്പോൾ 2024 ലക്നൗ, 2023 ബംഗളൂരു. എന്താണ്? 76ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് ലക്നൌവും 75ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് ബംഗളൂരു ആണ്. കരസേനാ ദിനം എന്ന് പറയുന്നത് ജനുവരി 15. ഇപ്പോഴത്തെ കരസേനാ മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇപ്പോഴത്തെ കരസേനാ മേധാവി, ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ കരസേനയുടെയും ആദ്യ മേധാവിയായിട്ട് ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റ ദിവസം അനുസ്മരിച്ചാണ് ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായിട്ട് ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റ ദിവസമാണ് ജനുവരി 15. ആ ദിവസത്തെ അനുസ്മരിച്ചാണ് ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത്. അതിന്റെ 76ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് ലക്നൌവിലാണ്. 75ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് അല്ലെ ലക്നൗ എന്ന് പറയുന്നത്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകൾ പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇത്, ഉത്തർപ്രദേശ്. ഏറ്റവും ജനസംഖ്യ കൂടി ഇന്ത്യൻ സംസ്ഥാനമാണ്. ആര്യവർത്തം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നും അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വേറെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എത്ര സംസ്ഥാനങ്ങളായിട്ടാണ്? 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. അപ്പം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില്ലേജ് സംസ്ഥാനമാണ്. നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 തലസ്ഥാനം ഏതാണ്? ലക്നൌ ആണ്. ഹൈക്കോടതി അലഹബാദ്. സംസ്ഥാന മൃഗം ചതുപ്പ് നിലം മാൻ. സംസ്ഥാന പക്ഷി സരസക്കൊക്ക്. സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ് ഉത്തർപ്രദേശിന്റെ സംസ്ഥാന പുഷ്പം എന്ന് പറയുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ചൗരി ചൗര സംഭവം നമുക്കറിയാം. എന്നായിരുന്നു? 1922 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവയുടെ ഉൽപാദനത്തിന് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ്. വികലാംഗർക്ക് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് അല്ലെ ലക്നൌ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ നഗരമാണ്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം അത് ലക്നൌ ആണ്. ചൌധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം ലക്നൌ ആണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും ലക്നൌവിൽ തന്നെയാണ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിൽ തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നതും ലക്നൌവിൽ തന്നെയാണ്. ലക്നൌ സ്ഥിതി ചെയ്യുന്ന ഒരു നദീതീരത്താണ്, ഗോമതിയിലാണ്. മിതവാദികളുടെയും തീവ്രവാദികളുടെയും ഒരുമിച്ച് കോൺഗ്രസ് സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. 1916 അതുപോലെ തന്നെ കോൺഗ്രസ് സമ്മേളനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. അതും 1916 ആ ലക്നൌ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൌ സമ്മേളനം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് തന്നെയാണ് ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ
ആസ്ഥാനം, ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച്. അതുപോലെ തന്നെ ലക്നൌ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് പറഞ്ഞത് ഗോമതിയാണ്. 1916 ലക്നൌവിൽ ഒരു സമ്മേളനം നടന്നത്, കോൺഗ്രസ് സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചത്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ലക്നൌ സമ്മേളനമാണ്. അത് നടന്നത് 1916 ആ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയത്. ഇനി അടുത്തത്, ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്നൌ ആണ്, നാഷണൽ ഹെറാൾഡ്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഭുജ് സ്മൃതി ഭവൻ മെമ്മോറിയൽ മ്യൂസിയം ഇൻക്ലൂഡഡ് ഇൻ ദ യുനെസ്കോസ് ലിസ്റ്റ് ഓഫ് 7 മ്യൂസിയം ഓഫ് ദ വേൾഡ്? അതായത് യുനെസ്കോയുടെ ലോകത്തിലെ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഭുജ് സ്മൃതി ഭവൻ സ്മാരക മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. യുനെസ്കോയുടെ ലോകത്തിലെ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഏത് മ്യൂസിയം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്? ഭുജ് സ്മൃതി ഭവൻ സ്മാരക മ്യൂസിയം ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സ്മാരക മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ഗുജറാത്ത്. 2001 ഗുജറാത്തിലെ ഭുജിലുണ്ടായ ഭൂകമ്പത്തിൽ സ്മാരകമായിട്ടാണ് ഭുജ് സ്മൃതി ഭവൻ നിർമ്മിച്ചിട്ടുള്ളത്. 2001 കേട്ടോ, ഗുജറാത്തില് ഭുജ് എന്ന സ്ഥലത്ത് ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിന്റെ സ്മാരകമായാണ് ഭുജ് സ്മൃതി ഭവൻ നിർമ്മിച്ചത്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. മികച്ച നിർമ്മിതികൾക്കായി യുനെസ്കോ നൽകുന്ന പ്രീ വെർസൽസ് പുരസ്കാരത്തിന് മ്യൂസിയം അർഹമായിട്ടുണ്ട്. 470 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്മൃതിവൻ 50,000-ലധികം മരങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ മിയാവാക്കി വനങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഹു വിൽ ബി ദ ചെയർമാൻ ഓഫ് ദ 16th ഫിനാൻസ് കമ്മീഷൻ? അതായത് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നുള്ളതാണ്. 16th ഫിനാൻസ് കമ്മീഷണർ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ ഈസ് ദ ചെയർമാൻ ഓഫ് ദ 16th ഫിനാൻസ് കമ്മീഷൻ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അരവിന്ദ് പനഗരിയ ചുമതലയേറ്റിട്ടുള്ളത്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ തന്നെയായിരുന്നു. കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം നൽകണമെന്ന് ശുപാർശ ചെയ്യുന്നതും ആര് തന്നെയാണ്? ധനകാര്യ കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, 16ാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെട്ട മലയാളി വനിതയുണ്ട്. ആരാണെന്ന് അറിയോ? ആനി ജോർജ് മാത്യു ആണ്. അപ്പൊ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അംഗങ്ങളിൽ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആര്? ആനി ജോർജ് മാത്യു. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? NK സിംഗ് ആയിരുന്നു കേട്ടോ. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? NK സിംഗ് ആണ്. 16ാമത് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു. എന്താണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ? എന്താണ്? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് എത്ര വീതം നൽകണമെന്ന് ശുപാർശ ചെയ്യുന്നത് ആരാണ്? ധനകാര്യ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഹു ഇസ് ദ വിന്നർ ഓഫ് 2024 JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? അതായത് 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഉപമന്യു ചാറ്റർജിയാണ് കേട്ടോ. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉപമന്യു ചാറ്റർജിയാണ്. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ് ഇത്തവണ JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുക നൽകുന്ന അവാർഡാണ് ഏത്? JCB സാഹിത്യ പുരസ്കാരം. എത്രയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത്? 25 ലക്ഷം രൂപയാണ്. മലയാളത്തിൽ ആദ്യമായി 2018 JCB പുരസ്കാരം ലഭിച്ചത് എഴുത്തുകാരൻ ബെന്യാമിനാണ്. അദ്ദേഹത്തിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ജാസ്മിൻ ഡേയ്സ് എന്ന നോവലിനായിരുന്നു പുരസ്കാരം. അപ്പോൾ സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുക നൽകുന്ന അവാർഡാണ് ഏത്? JCB സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. എത്ര ലക്ഷം രൂപയാണ്? 25 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. മലയാളത്തിൽ ആദ്യമായിട്ട് 2018 JCB പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കാണ് ലഭിച്ചത്? ബെന്യാമിനാണ്. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഏത് നോവലിനാണ് ലഭിച്ചത്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അല്ലെങ്കിൽ ജാസ്മിൻ ഡേയ്സ് എന്ന നോവലിനായിരുന്നു പുരസ്കാരം 2018. 2024 ഉപമന്യു ചാറ്റർജി. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വെർ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മെഡിറ്റേഷൻ സെന്റർ ലൊക്കേറ്റഡ്?
അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് സ്വർവേദ് മഹാമന്ദിറാണ്. അത് നിലവിൽ വന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? വാരണാസിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായിട്ടുള്ള സ്വർവേദ് മഹാമന്ദിർ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് മെഡിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് സ്വർവേദ് മഹാമന്ദിറാണ്. അത് നിലവിൽ വന്നത് എവിടെയാണ്? വാരണാസിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്വർവേദ് മഹാമന്ദിർ ഉദ്ഘാടനം ചെയ്തത്. ഒരേ സമയം 20,000 പേർക്ക് ധ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായിട്ട് സ്വർവേദ് മഹാമന്ദിർ മാറി അല്ലേ. അതുള്ളത് വാരണാസിയിലാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഒരേ സമയം 20,000 പേർക്ക് ധ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. വാരണാസി എവിടെയാണ്? ഉത്തർപ്രദേശിലാണല്ലേ. ഇന്ത്യയുടെ മതപരമായ തലസ്ഥാനം എന്നാണ് വാരണാസി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ഇത് വാരണാസി. പിച്ചള വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ്. ഡീസൽ ലൊക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം, രാംനഗർ കോട്ട സ്ഥിതി ചെയ്യുന്നതൊക്കെ എവിടെയാണ്? വാരണാസിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത ഏതാണ്? NH7 ആണ്. അത് വാരണാസി ടു കന്യാകുമാരിയാണ്. പുതിയ പേര് NH44 എന്നാണ്, ശ്രീനഗർ ടു കന്യാകുമാരി. വാരണാസി മുൻപ് അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് കാശി, ബനാറസ് എന്ന പേരുകളാണ് വാരണാസി മുൻപ് അറിയപ്പെട്ടിരുന്നത്. വാരണാസിയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മൻമോഹൻ മാളവ്യയാണ്. വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ ക്രിക്കറ്റർ ടു സ്കോർ 4 ODI സെഞ്ചുറീസ് ഇൻ എ കലണ്ടർ ഇയർ? ആരാണ്? റൈറ്റ് ആൻസർ സ്മൃതി മന്ദാന. ഓക്കെ, സ്മൃതി മന്ദാന ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ ക്രിക്കറ്റർ ടു സ്കോർ 4 ODI സെഞ്ചുറീസ് ഇൻ എ കലണ്ടർ ഇയർ. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. വെൻ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി ഒബ്സർവ്ഡ്? എന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി? എന്നാണ് ഡിസംബർ 12-നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ എവറി ഇയർ? എന്നാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ എന്നാണ് ചോദ്യം. എന്നാണ് ഡിസംബർ 9-നാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ. ഡിസംബർ 12-ന് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി ആണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ഡിസംബർ 12 ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി, ഡിസംബർ 9 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ ടെമ്പിൾ വാസ് സെലക്ടഡ് ബൈ യുനെസ്കോ ഫോർ ദ 2023 അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഫോർ ഇറ്റ്സ് കൺസർവേഷൻ? ദ റൈറ്റ് ആൻസർ ഈസ് Abad Sahayeshwar Temple. Abad Sahayeshwar Temple has been selected by the UNESCO for the 2023 award of distinction for its conservation. എവിടെയാണ് ഈ അമ്പലമുള്ളത്? തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ്? ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ്. നവോദയ വിദ്യാലയങ്ങളില്ലാത്ത ഏക സംസ്ഥാനമാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26-ന് തന്നെയാണ്. തലസ്ഥാനം ചെന്നൈയാണ്. സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് വരയാടാണ്. സംസ്ഥാന പക്ഷി മരതകപ്രാവാണ്. സംസ്ഥാന പുഷ്പം കന്താൾ അല്ലെങ്കിൽ ഗ്ലോറിയാസ ലില്ലി എന്നൊക്കെ പറയും. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അല്ലേ തമിഴ്നാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനവും ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ തുണി മില്ലുകളുള്ള സംസ്ഥാനം ഏത് തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് തമിഴ്നാട്ടിലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്നത് തമിഴ്നാടാണ്. 1997-ലാണ്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ് 1868. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം എന്ന് പറയുന്നതും എവിടെ തന്നെയാണ്? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഫ്ലോറികൾച്ചർ സെന്റർ ആരംഭിച്ച സംസ്ഥാനം അത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ്. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഫ്ലോറികൾച്ചർ സെന്റർ ആരംഭിച്ച സംസ്ഥാനം. ഓക്കെ, ഇന്ത്യയിലെ പ്രഥമ പ്രാണി മ്യൂസിയം, ഇൻസെക്ട്സ് മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അതും തമിഴ്നാട് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസെക്ട്സ് മ്യൂസിയം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ലോഞ്ച്ഡ് ആൻ AI മോഡൽ ഫോർ വെതർ പ്രഡിക്ഷൻ കോൾഡ് ജെൻകാസ്റ്റ്? വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ലോഞ്ച്ഡ് ആൻ AI മോഡൽ ഫോർ വെതർ പ്രഡിക്ഷൻ കോൾഡ് ജെൻകാസ്റ്റ്? റൈറ്റ് ആൻസർ ഈസ് ഗൂഗിൾ. Google has launched an AI model for weather prediction. ഓക്കെ, അപ്പം നമ്മൾ ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? 2024 76ാമത് കരസേന ദിനാഘോഷത്തിന് വേദിയായത് ലക്നൌവിലാണ് പറഞ്ഞു. 2023 എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. കരസേന ദിനം എന്നാണ്? ജനുവരി 15-നാണ്. ഇപ്പോഴത്തെ കരസേന മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്.
ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനും ആര് തന്നെയാണ്? അരവിന്ദ് പനഗരിയ തന്നെയാണെന്ന് പറഞ്ഞു. JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉപമന്യു ചാറ്റർജി ആണെന്ന് പറഞ്ഞു. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.